എടോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന്. ഒരു തുമ്പം കിട്ടിയില്ലേ? പിന്നെ നിന്നെയല്ല എന്തിനു കൊള്ളാം, വെറുതെയാണ് തീറ്റി പോട്ടുന്നത്. ആർക്കാടി നിന്നോട് ഇത്ര സ്നേഹം? ആദ്യം ഞാൻ അയച്ച കോൺട്രാക്ടറെ, പിന്നെ നിന്നെ നിരീക്ഷിക്കാൻ അയച്ച അയാളെ. എല്ലാവരും തല്ലി ചത്തി നിന്നെ സംരക്ഷിക്കുന്ന ആരാടി? പറയടി, ഞാൻ നാളേക്ക് പോയാ? ഈ അജ്ഞാതൻ നിങ്ങൾ അയച്ചവരെ മാത്രമല്ലാതെ നിങ്ങൾക്ക് ചെന്ന രണ്ട് പൊട്ടിക്കണേന്നാ ഞാൻ കാത്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെ വന്നിട്ട് സംസാരിക്കാം. എനിക്ക് പോകാൻ ലേറ്റായി. മോനേട്ടാ, എന്നെ ഒന്ന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യോ? ഓ വേണ്ട, മഴയായതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എടി ഞാൻ പോയിട്ട് വരാം. പിന്നെ മായമ്മ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാ, സൂക്ഷിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. നീ കേട്ടില്ലേ? ഇത്ര അഹങ്കാരോ? ഞാൻ വന്ന ദിവസം തൊട്ട് മായനോട് പറയണല്ലേ, അവളെ തോപ്പിക്കുന്നതും ജോലി കളയുന്നതും നടക്കുന്ന കാര്യമല്ല. എന്നെ തുറച്ചു നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവളുടെ ജോലി കളയാൻ മായ കൊണ്ട് പറ്റില്ല. മായ കൊണ്ട് കൂട്ടിയെ കൂടുന്നല്ല അത്. ഞാനും അമ്മയും മഞ്ജു പഠിച്ച പണി 18 നോക്കിയതാ. എന്നിട്ട് അവളുടെ മുമ്പിൽ തോറ്റിട്ടേ ഉള്ളൂ. അവസാനം അവളോടൊപ്പം എല്ലാ ദേഷ്യവും കടിച്ചമർത്തി ജീവിക്കാൻ തീരുമാനിച്ചതാ. അപ്പോഴാണ് മായ വന്നത്. എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല. അവളുടെ ജോലി കളയൂന്ന് പറയുന്നല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അവൾ ഒരു കൂസലും ഇല്ലാതെ ജോലിക്ക് പോകുന്നുണ്ട്, ജോലിയും തിരിച്ചു വരുന്നുണ്ട്. മായെല്ലാം മറന്നു. മായക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ചെയ്യുന്നതും കാണിക്കുന്നതും കണ്ടു സഹിച്ച് ബാക്കിയുള്ള കാലം ഞാൻ ജീവിച്ചോളാം.